നമ്മുടെ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം വലിയ നാണക്കേടായപ്പോൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനിയും വിരിച്ചിരുന്നിട്ടും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വന്നില്ല. അതായത് സദസ്സിന്റെ പിന്നിൽ തൊട്ട് വേദി വരെ ഒറ്റ പരവതാനി. ആ പരവതാനിയിലൂടെ ഞാനും വി.ഡി. സതീശനും മാത്രം, വേറെ ആരും ഇതിനകത്ത് പരവതാനി കിട്ടിയില്ല എന്ന് പറയുന്ന പരാതി അവിടെ വരരുത്. ഒന്ന പരവതാനി ഇരിക്കണം. അപ്പൊ എന്തായാലും കയറി വന്നു, വിരിച്ച് ഇട്ടു. അദ്ദേഹം ഈ പരവതാനിയും വിരിച്ച് സതീശനെ കാത്തിരുന്നു. സതീശൻ വന്നില്ല. പക്ഷേ എങ്ങനെ സതീശനെ കൊണ്ടുവന്ന് അദ്ദേഹം അടങ്ങുള്ളൂ. മാനം പോയ പരിപാടിയല്ലേ എല്ലാ മാധ്യമങ്ങളും വാർത്തയും വന്നില്ലേ? ഈ മാനം പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒഴിവാക്കണം. അപ്പം അതിനിടയ്ക്ക് INTUC-യിൽ വലിയ പിളർപ്പുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശരത്ചന്ദ്ര പ്രസാദും തമ്പാനൂർ രവിയും ഒക്കെ കൂടി INTUC-യുടെ വേറൊരു ഗ്രൂപ്പ് രൂപീകരിച്ച് അവര് ഓഫീസ് വരെ എടുത്തു. INTUC-ക്ക് പലയിടത്തും പ്രശ്നമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൽ പണ്ട് ഓർമ്മയുണ്ടായിരിക്കും, രണ്ട് സംഘടന ഉണ്ടായിരുന്നു INTUC-ക്ക്. അതെ, ഒന്ന് MS റാവുത്തരെ, എനിക്ക് തോന്നുന്നു ഒന്ന് സജീവ് ജനാർദ്ദനാണോ സംശയമുണ്ട്. കൃത്യമായിട്ട് എനിക്ക് ഇവരെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അത് രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒരു പ്രശ്നം വരുമായിരുന്നു. ആരെ വിളിക്കണം എന്നുള്ള ആശയക്കുഴപ്പം. ഇവർ രണ്ടുപേരും ആവശ്യപ്പോൾ ഞങ്ങളാണ് INTUC എന്നാണ്. അത് ഇതുപോലെ NGO അസോസിയേഷനിലും ഭയങ്കര അടിയായിരുന്നല്ലോ. ആയിരുന്നു. അവര് സാങ്കല്പിക പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. ഇവർ രണ്ടു കൂട്ടരും പറയും ഞങ്ങളാണ്. NGO അസോസിയേഷൻകാർ ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം. തിരുവനന്തപുരത്തൊക്കെ സ്വന്തം ആസ്ഥാനം മന്ദിരമുണ്ട്. കെ കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരം എന്നാണ് എൻ്റെ. കാരണം ബാക്കി ഇവർക്ക് ആർക്കും ഇല്ല. കാരണം CPM എല്ലാ നിസ്സാര സംഘടനയ്ക്കും തിരുവനന്തപുരത്ത് സ്വന്തം ഓഫീസുണ്ട്. ഇവർക്ക് ആ പടം ഇന്ദിരാഭവൻ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഈ NGO അസോസിയേഷൻ സ്വന്തമായിട്ട് കെട്ടിടമുണ്ട്. കോൺഗ്രസിന്റെ ഈ പോഷക സംഘടനകൾ, അതുപോലെ സർവീസ് സംഘടനകൾ, തൊഴിലാളി സംഘടനകൾക്ക് എല്ലാം ഇതാണ് ഗതി. എല്ലാം 2-3 ഗ്രൂപ്പ് വീതം. അവരുടെ ഗ്രൂപ്പ് പോലെ തന്നെ 2-3 ഗ്രൂപ്പ് വീതമാണ്. ഇപ്പം ചന്ദ്രശേഖരന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. എന്തായാലും പ്രോസിക്യൂഷൻ അനുമതി തടയണം. സതീശൻ തോട്ടണ്ടി ഇറക്കുമതിയിൽ CBI അന്വേഷണം നടത്തി സമർപ്പിച്ച കുറ്റപത്രം ഉപയോഗിച്ചുള്ള പ്രോസിക്യൂഷൻ നടപടികൾ, അതിന് അന്തിമ അനുമതി സർക്കാരാണ് കൊടുക്കേണ്ടത്. സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ജൂലൈ 2-ന് അത് കൊടുത്തേ പറ്റൂ. അത് എങ്ങനെയും കൊടുപ്പിക്കാതിരിക്കാൻ വേണ്ടി വി.ഡി. സതീശനെ കൊണ്ടുവന്ന് സോപ്പിട്ട് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോട്ടണ്ടി അഴിമതി അറിയാം, 500 കോടി രൂപയുടെ തോട്ടണ്ടി അഴിമതിയാണ്. ഒന്നാം പ്രതി ഈ ആർ ചന്ദ്രശേഖരനും, രണ്ടാം പ്രതി അന്നത്തെ MD ആയിരുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന ഡോക്ടർ K. രതീഷും, മൂന്നാം പ്രതി ഒരു കരാറുകാരനുമാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഈ ജൂലൈ 2 എന്ന് പറയുന്ന അടുത്ത ആഴ്ചയാണ്. ഈ അടുത്ത ആഴ്ചയിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ അനുമതി സമർപ്പിക്കുന്നു എന്ന് പറയുകയല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചീഫ് സെക്രട്ടറി, വ്യവസായ സെക്രട്ടറി എല്ലാം കൂടെ കൂട്ടത്തോടെ അകത്ത് പോകേണ്ടി വരും. അപ്പോൾ അവരെ വിളിച്ചു വരുത്തി കോർട്ടലക്ഷ്യ നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചന്ദ്രശേഖരൻ്റെ മുന്നിൽ ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതും സന്നാഹങ്ങളോടും കൂടി വി.ഡി. സതീശനെ പിടിച്ച് ഈ അനുമതി വൈകിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അനുമതി അത് സതീശൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നിയമസഭയിൽ എന്തായാലും പ്രതിപക്ഷം ഉന്നയിക്കില്ല ഈ വിഷയം, ഇനി ചെയ്തില്ലെങ്കിലും. കാരണം പിണറായിയുടെ ചങ്ങായി ആയതുകൊണ്ട് തന്നെ അവരും ചെയ്യില്ല, അവരെ സ്വന്തക്കാരാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ പിന്നും പറയും, പക്ഷേ CPM-കാർക്കെങ്കിലും പറയില്ല. നാണോ മാനോ ഇല്ലാത്തവന്മാരാണ്, അതുകൊണ്ട് ചിലപ്പോൾ പറയും. കാരണം ഈ പറയുന്ന ഇവർക്ക് അനുമതി കൊടുത്തില്ലേ, ഈ ബക്കാഡിയെ കൊണ്ടുവരാൻ വേണ്ടി PM ശ്രീയിൽ ഒപ്പിട്ടു. എന്നിട്ട് ഇപ്പോൾ അവിടെ കയറി ഒരു ഉളുപ്പും ഇല്ലാതെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയ നോക്കിയാൽ ആളെടുത്തിട്ട് കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സതീശന് ഇപ്പം അഞ്ജനക്കണ്ണെഴുതി ആലില ചാലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു എന്ന് പറയുന്ന പോലെ മുറിച്ചു വെച്ചു, ആശിച്ച കറിയെല്ലാം വിളമ്പി വെച്ചു, കള്ളനാവും വന്നില്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവസ്ഥ. അത് ആ പാട്ടാണ് ഇവിടെ ചേരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സിനിമയിലെ പാട്ടുമായിട്ട് വളരെയധികം യോജിക്കുന്ന സന്ദർഭമാണ്. ഇദ്ദേഹം വരാമെന്ന് പറഞ്ഞു, വി.ഡി. സതീശൻ വരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാൻ വേണ്ടി മാത്രം INTUC ഒരു നേതൃയോഗം വിളിച്ചു ചേർത്താണ് ഇന്നലെ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത്. 2 ദിവസമായിട്ടെങ്ങാണ്ടാണ് വെച്ചതെന്ന് തോന്നുന്നു, അതോ ഒരു ദിവസമാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം പരവതാനി വിരിച്ച് ആനയിക്കുകയാണ്. പുഷ്പവൃഷ്ടി നടത്തി സതീശൻ മുന്നിൽ പോകും, അദ്ദേഹം പിന്നാലെ ഒറ്റ ഒരുത്തൻ പരവതാനിയെ കയറിയെന്ന് പലതവണ അനൗൺസ് ചെയ്തു. ഇപ്പം മുഖ്യമന്ത്രി വരും, പ്രസിഡന്റും മുഖ്യമന്ത്രിയും മാത്രമാകും ഈ പരവതാനിയിലൂടെ പോവുക. അപ്പോൾ നിങ്ങളവിടെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ പുഷ്പവൃഷ്ടി ചൊരിയണം. അങ്ങനെ പുഷ്പവൃഷ്ടി ചൊരിയാനൊക്കെ കാത്തിരുന്നെങ്കിലും സതീശൻ ആരാണ് മുതൽ. ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ മലക്കം പറച്ചിൽ നമ്മൾ കണ്ടു. അത് വളരെ നൈസായിട്ട് കുട്ടനാട് MLA റജി ചെറിയ, സത്യത്തിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ട് ഇതിനകത്ത് നാണക്കേട് സംഭവിച്ചിരിക്കുന്ന ഈ റജി ചെറിയാനാണ്, സതീശനല്ല. കാരണം അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രിക്ക് ഇത്ര വിലയെ കൊടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ് അത് വന്നത്, ആ ഒരു ആംഗിളിലാണ് വന്നത്.
എന്താണെങ്കിലും അത് സംഭവിതമായിരുന്നു. കുട്ടനാട് താലൂക്കിന് 29-ാം തീയതി, അതായത് തിങ്കളാഴ്ച വള്ളംകളിക്ക് അവധി കൊടുക്കണമെന്നുള്ളത് അദ്ദേഹം നിയമസഭയിൽ പ്രശ്നം ഉന്നയിച്ചു. മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പരിശോധിക്കാം എന്ന് പറഞ്ഞ് ഇരുന്നതിന് ശേഷം തൊട്ടടുത്തിരിക്കുന്ന മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തോട്ട് പറയുന്നു, ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. എന്തായാലും അദ്ദേഹത്തിന് അബദ്ധം പറ്റി. പക്ഷേ ഈ കാര്യത്തിൽ പുള്ളി അബദ്ധം പറ്റിയില്ല. ചന്ദ്രശേഖരനെ അദ്ദേഹം വരാമെന്ന് ഏറ്റു. പക്ഷേ നൈസായി അദ്ദേഹം നൈസായിട്ട് വലിപ്പിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇയാൾ അവിടെ പരവതാനിയും വിരിച്ച് കാത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ചെല്ലരുത്, ചെന്ന് ഈ പരവതാനി ഇയാൾ കാണിക്കുന്ന കോമാളി തരത്തിൽ സതീശനെ കൂടെ ഇരയാകുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? വലിയ മൊമെന്റോ ഒക്കെ റെഡിയാക്കി വെച്ച് സതീശന് സ്വീകരണം കൊടുക്കാനാണ്, ആരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സ്വീകരണമൊക്കെയാണ്. പക്ഷേ അതെ ഇപ്പോൾ വരാം, പിന്നെ വരാം, 1 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അവസാനം 2 മണിയായപ്പോൾ ഇവർ ആ നഗ്ന സത്യം തിരിച്ചറിയുന്നു, സതീശൻ വരില്ല. പക്ഷേ ഇയാൾ തോറ്റു പിന്മാറാൻ ഒരുക്കമല്ല എന്നാണ് ഇന്നത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മോശം പരിപാടിയല്ലേ എന്ത് വന്നാലും. അതായത് ഭാര്യ മക്കളെ സഹിതം പോയി സതീശനെ സന്ദർശിക്കുകയും സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി ഘോരഘോരം ഫൈറ്റ് ചെയ്യുകയും ചെയ്ത ആളാണ്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടും സതീശനെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തും. അടുത്ത പരിപാടി അതായത് INTUC ജില്ലാ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ഒരു ചെറിയ യോഗം ഒരു ചെറിയ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ഇദ്ദേഹം ഒരുക്കി വെച്ച മൊമെന്റോ അവിടെ കാത്തിരിക്കുകയാണ്, പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ പരിപാടി നടത്തി അവിടെ മൊമെന്റോ കൊടുത്ത് അവിടെ സതീശനെ കെട്ടിപ്പിടിച്ച് സമർപ്പണം ചന്ദ്രശേഖരൻ തന്നെ നടത്തുമായിരിക്കും. വേറെ ആരെ കൊണ്ടുവരാൻ പറ്റില്ല. അതായത് ചന്ദ്രശേഖരൻ അല്ലാതെ മറ്റാര്. അപ്പോൾ എന്നിട്ട് ഈ സാധനം എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. പിറ്റേത്തെ പത്രങ്ങളിൽ പടം വരുന്നു, ദാ നിൽക്കുന്നു തോട്ടണ്ടി ഇറക്കുമതി കേസിലെ 1-ാം പ്രതിയും അതിന് അനുമതി കൊടുക്കേണ്ട മുഖ്യമന്ത്രി ഇവിടെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സതീശനാൾ വേറെ ലെവലാണ്. ഒരു കാരണവശാലും അദ്ദേഹം ഇയാളുമായി വേദി പങ്കിടാൻ തയ്യാറായില്ല. പക്ഷെ എങ്ങനെയും അദ്ദേഹത്തെ കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ ഏതെങ്കിലും വിധത്തിൽ ഇതിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഇത് അതിനും വന്നില്ലെങ്കിലേ പൊതിഞ്ഞെട്ടിക്കൊണ്ട് നേരെ ക്ലിഫ് ഹൗസിൽ പോകുമെന്ന് അറിയാൻ പറ്റില്ല. അല്ല, അതിനകത്തൊരു ഗുമ്മില്ല. കാരണം ഇത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നാലും ചിലപ്പോൾ അങ്ങേര് മേടിച്ചെന്ന് അങ്ങേര് കയറ്റി വിട്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ ആ സതീശനായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ തന്ത്രശാലിയാണ്. നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ചില കാര്യങ്ങളിൽ നിന്ന് തലയൂരാൻ ബഹുമിടുക്കനാണ്. ഇപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്ന മദ്യനയത്തിൽ പുള്ളി പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തെ വരെ പറ്റിച്ചു. എല്ലാവരും പിന്നെ കുടുക്കിലാക്കി പുള്ളി. അതായത് ഭരണപക്ഷത്തെ വരെ പുള്ളി പറ്റിച്ചു. നികുതി പരിഷ്കരണമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. UDF പറയട്ടെ, നടത്തണോ? നടത്തുന്നില്ലേ? നടത്തണ്ട, വേണ്ട, അതാ കിടക്കുന്നു. തീർന്ന കാര്യം. എന്ത് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർത്താൻ തയ്യാറായി UDF-ലും കോൺഗ്രസിൽ നിന്ന ആൾക്കാരെല്ലാം അതോടെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മലക്കാൻ പറയുന്ന ആളാണ്. അയാളുടെ അടുത്തോട്ടാണ് നമ്മുടെ ചന്ദ്രശേഖരനെ പോലുള്ള ആൾ കളി ഇറക്കിക്കൊണ്ടിരുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതായാലും വേലായുധനോട് അവസ്ഥയിലേക്കാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, മൊമെന്റോ ചന്ദ്രശേഖരനുണ്ട്. ഇതും കൊണ്ട് ഇനി എങ്ങോട്ട് പോകുന്നതാണ് അടുത്ത്. ഇവനെ ഞാൻ കൊടുത്തേ അടങ്ങൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് സത്യത്തിൽ ഈ മൊമെന്റോ ഒരു ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമയാണ്. ഇത് മേടിച്ചാൽ സതീശന് പ്രശ്നമാവും, ഈ മാൻഡ്രേക്ക് പ്രതിമ. അതുകൊണ്ട് ആ പ്രതിമയിൽ അദ്ദേഹം തൊടുകയല്ല, ഈ മൊമെന്റോ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിക്കും. അത്രയേ ഉള്ളൂ. എന്താണെങ്കിലും ചന്ദ്രശേഖരൻ കൈയും കാലോട്ട് അടിക്കുകയാണ്. ഈ ജൂലൈ 2-ന് ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണ നേരിടേണ്ടി വരും. ജൂലൈ 2 എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയാണ്. അതെ, അതിനുശേഷം ഈ അകത്ത് പോയി കിടക്കേണ്ടിയും വരും. വയസ്സാം കാലത്ത് ഇതിനുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കണോ വേണ്ടേ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ.